കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് അവൻ സൂത്രം തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആ വാക്യം ഇപ്രകാരമാണ്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ആ വചനം ഇപ്രകാരമാണ്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന സന്ദേശമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ അവന്റെ ജീവിതത്തെ വിവേചിച്ചു കൊണ്ടല്ല കാണാൻ കഴിയുന്നത്. മറിച്ച് വിശ്വാസം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉളവാക്കുന്ന ഒരനുഭവമാണ്. വിശ്വാസം എന്ന് പറയുന്നത് കേവലം അത് മനുഷ്യന്റെ കണ്ണിൽ ഒരു ചെറിയ അനുഭവത്തിൽ നമുക്ക് നിർത്താൻ കഴിയത്തില്ല. മറിച്ച് വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഭവത്തിൽ മാത്രമേ നമുക്ക് നിർത്താൻ കഴിയത്തുള്ളൂ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. നമ്മള് ജീവിതത്തിൽ എന്താശിച്ചാലും ശരി തന്നെ ആശിക്കുന്നതിന് ഉറപ്പ് നൽകുന്നതാണ് വിശ്വാസം. എന്നാല് ആശിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോ ആശിക്കുന്ന കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ കാണാത്ത കാര്യങ്ങൾ നാം അത് ജീവിതത്തിൽ പ്രാവർത്തികമാകുമെന്ന് പറഞ്ഞ് നാം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിന്റെ പിതാവാണ് അബ്രഹാം. അബ്രഹാമിനെ സംബന്ധിച്ച് തന്റെ ജീവിതം തന്നെ വിശ്വാസത്താലാണ് താൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒത്തിരി ജീവിതത്തിന്റെ അകത്ത് പലവിധമാകുന്ന പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് അബ്രഹാം കുലുങ്ങിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ തന്നെ വിളിച്ചു വേർതിരിച്ച ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. എന്നാൽ അതിന്റെ ഒരു മഹത്വം തന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയുണ്ടായി. തന്റെ ജീവിതത്തില് താൻ പരദേശിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തില് താൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് വിശ്വാസത്തോടെ താൻ വിശ്വസിച്ച്, കാരണം ഈ ദൈവം എന്നെ കൈവിടില്ല എന്നൊരു ഉറപ്പിൽ താൻ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിന്റെ ഒരു അനന്തര ഫലമായിട്ട് തന്റെ ജീവിതത്തിനകത്ത് ദൈവം പലവിധമാകുന്ന അനുഗ്രഹങ്ങളും പലവിധമാകുന്ന ഉയർച്ചകളും തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. മാത്രമല്ല, തന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരുന്ന ഒരു വാഗ്ദത്തമുണ്ട്, ഒരു മകനെ ദൈവം തരും. അതുപോലെ തന്നെ തന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു മകനെ ദൈവം കൊടുത്തു. എന്നാൽ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു പരിശോധന കടന്നു വരികയും അവിടെയൊക്കെ താൻ പൂർണ്ണമായിട്ട് വിജയിക്കുകയും തന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് അവിടെ വെളിപ്പെടുകയുണ്ടാകുന്നത്. ഈ സമയത്ത് ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു: നാം വിശ്വസിച്ച് നാം മുന്നോട്ട് കാൽച്ചുവടുകൾ വെക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരിക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.